ஹலோ கைஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ நம்ம வந்து ஒரு சீரிஸ் பார்த்துருந்தோம். டைம் ஃபைல்ஸ் சீசன் 2 செம்மையாக போய் பை ஃபார் த பெஸ்ட் எபிசோட், லாஸ்ட் எபிசோடு. என்ன தெரில, அம்பளி ஆனால் செத்துட்டாரு தான் நினைக்கிறேன். விரல் முட்டை நாய் கட்சி. ஆனால் சரியான பேக் ட்ராக், செம சாங் செம்மையாக இருந்துச்சு. நோபல்ஸ் இன்ஸ்டிங் ப்ரீமியர்லாம் யூஸ் பண்ணி. ஆனால் அந்த எடிட்டர் தான் ஷார்ட் எப்படி நாய் முன்னாடி இப்படி போகுது, மேட்ச் பண்ணி அடுத்த ஷார்ட் நாய் அப்படி வருது. செம்மையாக கட் பண்ணிட்டாரு. நீதான் எடிட்டர் ரெசியூம் அனுப்பியா சீக்கிரமா. என்னன்னா நாய் வந்து ஒரு ஸ்டேடியம்லேருந்து வருது. அது என்னன்னா நாய் வந்து விரல சாப்பிட்டது 10 நிமிஷம். ஸோ வந்து அது இதில் ரிப்போர்ட்டில் தெரிஞ்சிச்சு 10 நிமிஷத்துக்குள்ள நாய் வாந்தி எடுத்துச்சுன்னு கன்ஃபார்ம் ஆயிடுச்சு. ஸோ வந்து நாயை வந்து பேக் டு அது ஒரு ஸ்டேடியம் போகுது. இப்போ என்ன இன்னொரு இதுல நோபல் வந்து ஒரு ஸ்போர்ட்ஸ் பிளேயர், அவர் ஸ்டேடியத்துக்குள்ள போறாருன்னா தெரியல. அதுவும் அந்த கை விரல் வர ஒயிட்டாக இருக்குன்னு சொன்னாங்க. ஸோ ஒயிட் வெள்ளை கலர் தான் இருந்துச்சு அப்படின்னாங்க. அது ஒயிட் ஸ்டொமக் ரைட், அந்த ஸ்டொமக் ஆசிட்ல அப்படின்ற சொல்லிக்கிறாங்க. ஓகே, ஸோ வந்து நம்ம இப்போ எபிசோட் 5 பேக் டு ஸ்குவாட் 1. ஓ காட். ஓகே, அப்போ அந்த கிரவுண்டில் எதுவும் இல்லை போல. இல்லை, இந்த ஃப்ளாஷ்பேக் போகணும்னு நினைக்கிறேன். தெரியல என்னன்னு. ஆஹா, இங்கே வரும். ஸோ வந்து எபிசோட் 5 பேக் டு ஸ்குவாட் 1 ரியாக்ஷன் போகும். സെൻട്രൽ സ്റ്റേഡിയത്തെ കൊച്ചി നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇരുട്ട് വീണാൽ സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മരുന്ന് വിൽപ്പനക്കാരുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും താവളമാണ് ഇവിടം ഇപ്പോൾ. ஸ்போர்ட்ஸ் பர்சன் நீங்கள் தான் பாரு. ஆனால் குடிக்கிறது பாருங்க 2 லிட்டர் இருக்கும். எப்படி இருந்தால் ஆள் தெரியுமாடா? நான்லாம் ஹை ஜம்ப் லாங் ஜம்ப் அடிச்சு தள்ளுவேன்டா நான். സാർ ഞാനങ്ങോട്ട്. സ്റ്റെഫി എറണാകുളത്തുണ്ടല്ലേ? ഇപ്പൊ ന്യൂസിൽ കണ്ട പോലെ തോന്നി, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയതാ. പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. രാവിലെ എത്തിയേ ഉള്ളൂ. ഇങ്ങോട്ട് വരുമോ അതോ തിരക്കായിരിക്കോ? ഇന്ന് ഉറപ്പില്ലടോ. അടുത്തല്ലേ, ഒന്ന് വന്നിട്ട് വെക്കൂടെ? നോക്കട്ടെ. സ്റ്റെഫി ഞാൻ വിളിക്കാം. ബ്ലഡ് സ്റ്റെയിൻസും ചിലതൊക്കെ സ്കിന്നും ഫ്ലഷ് സാമ്പിൾസും കാണുന്നുണ്ട്. ഫ്രാഗ്മെന്റഡ് ആണ്. ഡ്രൈ ആർ റേറ്റ് വെച്ച് നോക്കുമ്പോൾ പല ദിവസം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. തരത്തി പോയി കളിയടാ. ഷടാ, ഇതിപ്പോ ഒരു ചടങ്ങായല്ലോ. ഇന്നലെ അവൻ അങ്കിളിന്റെ എക്സ്ട്രാ റേഷൻ കിട്ടിയായിരുന്നല്ലോ. ഇന്നാ പതിവും ചോദിച്ചു വന്നതാ. ശീലിപ്പിച്ച പിന്നെ പട്ടികൾക്ക് അതങ്ങ് ശീലാവില്ലേ? ആന്റി, പട്ടിയല്ല, റോബി. റോബി കുറെ നേരമായി പറയണോ വേണ്ടയോ എന്ന് ഡൗട്ടിൽ നിൽക്കുന്നു. പറഞ്ഞു. നമ്മൾ ഇന്നലെ ഡോഗിനെ ട്രാക്ക് ചെയ്യാൻ നോക്കിയത് ഒരു ഒറ്റ ദിവസത്തെ വിഷ്വൽസ് മാത്രമാണ്. നമുക്കൊരു ബഫർ കണക്കാക്കി സ്റ്റേഡിയം ഭാഗത്തെ ക്യാമറകളുടെ അതിന് മുമ്പുള്ള ദിവസങ്ങളുടെ വിഷ്വൽസ് കൂടി ചെക്ക് ചെയ്താലോ? ഒരു 10 days അറ്റ്ലീസ്റ്റ്. ഒന്നും ആലോചിച്ചിട്ട് പറ. போடணும், டேபிள்லாம் போட்டு செட் பண்ணணும். சாப்பிட்ட சொல்லிட்டு போயிட்டாரு. ஒன்றுக்கே நம்ம இவன் ஏதோ കാറ് മോഷണം പോയെന്ന് പറഞ്ഞ് ചേട്ടനെടുത്ത സ്റ്റേഷനിൽ പരാതിപ്പെടുന്നത് 3 ആഴ്ച മുമ്പാണ്. അതിനുശേഷം എന്തായി പ്രോഗ്രസ് എന്ന് അറിയാൻ സ്റ്റേഷനിൽ വിളിക്കോ പോവുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ട ഒരാളുടെ ജാതകം അന്വേഷിച്ചു പോയ കൂട്ടത്തിൽ വിയൂരത്തെ ഒരു പഴയ ജയിൽ റെക്കോർഡ് കണ്ടായിരുന്നു. അതിൽ 87 വിയൂർ ബാച്ച്മേറ്റ്സിന്റെ ലിസ്റ്റിൽ അഗസ്റ്റിൻ എന്ന പേരുൾപ്പെടെ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട എല്ലാ പ്രതികളുടെയും പേരുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇതുപോലെ അയ്യപ്പൻ നിങ്ങളുടെ കാർ കൊണ്ടുപോയിട്ടുണ്ടോ? ഒരു 4 തവണ കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴൊക്കെ? 6-7 വർഷത്തിനിടയ്ക്ക് പലപ്പോഴായിട്ടാ. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ അവനെന്നെ കാണാൻ വരാറുള്ളൂ. പഴയ ബന്ധം വെച്ച് വണ്ടി കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇതല്ലാതെ വേറെ കോണ്ടാക്ട് ഒന്നും ഞങ്ങൾ തമ്മിലില്ല സാർ. കാർ എന്തിനാന്ന് ചോദിച്ചില്ലേ കൊണ്ടുപോകുമ്പോ? അത് അടിച്ച സാധനങ്ങൾ കോയമ്പത്തൂർ കൊണ്ടുപോയാ അയ്യപ്പൻ വിൽക്കാറ്. അവിടെ ഏജന്റുമാരുണ്ട്. കൂടുതലൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. സാധാരണ എത്ര ദിവസത്തിൽ തിരിച്ചു കൊണ്ടുവരും കാറ്? ഒരു 3-4 ദിവസം. മുമ്പ് ഒരിക്കലും കാർ മോഷണം പോയെന്ന് പറഞ്ഞ് താൻ കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇത്തവണ? ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കാൻ അയ്യപ്പൻ തന്നെ പറഞ്ഞു. അതെന്തിനാ? ഏതാണ്ട് തന്തയില്ലായ്മ കാണിക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ പോലീസ് തപ്പുമെന്നും പറഞ്ഞു. ഈ വണ്ടി കാരണം ഞാൻ അതിൽ പെടുന്നവനുണ്ടായിരുന്നു. കാറ് അരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടേക്കാന്നും പോലീസ് തന്നെ തപ്പിക്കൊണ്ട് തരുമെന്നും പറഞ്ഞു. பக்கா பிளான். பேக் டு ஸ்கொயர் 1 அதுதான். കോയമ്പത്തൂർ അയ്യപ്പന് കോണ്ടാക്ട് ഉള്ള ഏജന്റ് ആരാ? திராட்சா
மித்திலாஜ். கேரளாவில் இருந்து நிறைய பேர் இப்போவும் கோயம்புத்தூர் வழியாக தான் டீல் பண்ணிட்டு இருக்காங்க. இங்கே இருக்கிற முக்கால்வாசி ஏஜென்ட்ஸு சின்ன பசங்க தான். ஆனால் யாருமே 5 வருஷத்துக்கு மேலே இங்கே இருக்கிறது இல்லை. ப்ரொமோஷன் ஆகி அடுத்த ஊருக்கு போகிறது தான் அவங்க ஆம்பிஷனாகவே பார்க்குறாங்க. ஆனால் இந்த செல்வராஜ் மட்டும்தான் இத்தனை வருஷம் ஆகியும் கோயம்புத்தூர்லேயே 2 டீ எக்ஸ்ட்ரா போடுங்க, உங்களை பார்க்க தான் வந்திருக்காங்க. കേരള പോലീസാ? സ്റ്റേഡിയം ഭാഗത്തുനിന്ന് ഒരു 10 ദിവസത്തിന്റെ ബഫർ വെച്ച് കളക്ട് ചെയ്ത വിഷ്വൽസാ. വരവിലും ടൈമിങ്ങിലും എന്തോ ഒരു സിമിലാരിറ്റി ഉള്ളത് പോലെ തോന്നി. സർ, ഞാൻ ഈ സ്റ്റേഡിയം പരിസരം നൈറ്റിലൊന്ന് കറങ്ങിയിരുന്നു. ഒരു 10-10:30 കഴിഞ്ഞാൽ സെക്സ് വർക്കേഴ്സും പെഡ്ലേഴ്സും ഒക്കെ ചുറ്റിക്കറങ്ങുന്ന ഏരിയ ആണ്. സാർ കോർപ്പറേഷനോട് പറഞ്ഞൊരു ബോർഡ് എഴുതിയേക്കാൻ പറ. അപ്പൊ പിന്നെ പട്ടികൾ കയറാതിരുന്നോളും. പട്ടി ശല്യം അല്ലെങ്കിലും കൂടി വരും. ഇവിടെയുള്ള ചവറൊന്നും പോരാഞ്ഞിട്ട് പുറത്തുനിന്ന് വന്ന് അവറ്റകളെ തീറ്റാണ് ഓരോരുത്തന്മാർ. പുറത്തുനിന്നാരാ? ആളെ ഒന്നും അറിയില്ല. കയ്യിൽ ഏതാണ്ട് കവർ ഉണ്ടാവാറുണ്ട്. നേരെ ആ ഗ്രൗണ്ടിന് മുകളിലെ പൊന്തടത്തേക്ക് പോകും. പിന്നെ കാണുമ്പോൾ കുറച്ച് പട്ടികൾ ആ പരിസരത്ത് ചുറ്റിത്തിരുന്നത് കാണാം. ആദ്യമൊക്കെ 1-2 എണ്ണേ പോരുന്നുള്ളൂ, പിന്നെ എണ്ണം കൂടി. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ 5-10 ദിവസത്തിന് മേലെ 2 ദിവസമായിട്ട് കണ്ടിട്ടില്ല. പട്ടികൾ പിന്നെ പഴയ ഓർമ്മ വെച്ച് പിന്നെ എന്തെങ്കിലും കിട്ടുന്ന കരുതി വരും. നിങ്ങൾ അയാളുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഈ ഇരുട്ട് താരുടെ മുഖം കാണാനാ സാറേ. ബാസ്കറ്റ്ബോൾ ടീം എന്തായാലും അവര് പറഞ്ഞ ആ ആള് മെയിൻ എൻട്രൻസ് വഴി സ്റ്റേഡിയത്തിലേക്ക് വരുകയും പോവുകയും ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും തപ്പിയതാ, പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ഇനിയും കിടക്കും 5-10 വഴികൾ. അവിടെയാണെങ്കിൽ ഒരു ക്യാമറ ഇല്ല, നേരെ ചൊവ്വേ ഒരു ലൈറ്റ് പോലും ഇല്ല. ഈ ഊഹവും തിയറിയും വെച്ചുകൊണ്ട് മാത്രം റെക്കോർഡിലാക്കാൻ പറ്റില്ല. തനിക്ക് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ സെറ്റപ്പ് അറിയാൻ പാടാത്തോണ്ടാ. പറഞ്ഞ എന്തെങ്കിലും പാളിക്കഴിഞ്ഞാൽ ആദ്യം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും പണി. ഈ പട്ടികൾക്കുള്ള വർഗസ്നേഹമൊന്നും താൻ പോലീസുകാരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട സാറേ. ഇതൊന്നും നാട്ടിൽ നടക്കാത്തത്ര ഉട്ടോപ്യൻ ഏർപ്പാടൊന്നുമല്ല. 9 വർഷം കൂടെ കഴിഞ്ഞ ലിവിങ് പാർട്ട്ണറെ കൊന്ന് പീസാക്കി സ്ട്രേ ഡോഗ്സിന് ഇട്ടുകൊടുത്ത മനോജ് ചാനെ കൊറിയൻ പടത്തിലെ ക്യാരക്ടറൊന്നുമല്ല. ചൈനയിലൊരു ചെങ്ബെങ്, കാനഡയിലൊരു റോബർട്ട് പിക്ടൺ അലിയാസ് പിഗ് ഫാം കില്ലർ. പുള്ളി വിക്ടിമിനെ ഫീഡ് ചെയ്ത് ഫാമിലെ പന്നികൾക്കായിരുന്നു. നാടലമ്പ സാറേ. ക്രിമിനൽസ് മാന്യത കാണിച്ചേ പറ്റൂന്ന് നമ്മൾ വാശി പിടിക്കരുത്. நார்த் கேரளா, மிடில் கேரளா இந்த சைடு ஒர்க்குன்னா ஸ்ட்ரைட்டாகவே கோயம்புத்தூர் தான் எங்கள் ரெகுலர் கஸ்டமர். അയ്യപ്പൻ ലാസ്റ്റ് തവണ വന്നപ്പോഴും അണ്ണൻ തന്നെയായിരുന്നു? ஆமாம் சார், நான் தான் டீல் செட் பண்ணி கொடுத்தேன். ആർക്ക്? அது சொல்ல முடியாது சார், பிஸ்னஸ் சீக்ரெட். அப்படியே சொன்னாலும் அந்த பேர் தான் இருக்கணுங்கிற அவசியம் கிடையாது. இதையும் மீறி நீங்கள் வேற யாரையாவது கேட்டால் அவன் ஒரு பேர் சொல்லுவான், அதுவும் உண்மை இருக்காது. இதோட செட்டப் அப்படி. ശരി, എന്തായിരുന്നു അയ്യപ്പൻ ഇത്തവണ വിൽക്കാൻ കൊണ്ടുവന്ന ஏதோ ஆன்டிக் ஸ்டோன் ஆர்னமெண்ட்னு நினைக்கிறேன். பட் அது என்ன பொருள், எங்கேருந்து வந்தது, இதெல்லாம் நான் கேட்டுக்கவே மாட்டேன். ஐட்டம் வந்திருக்கு, டீல் பண்ணி கொடு, கனெக்ட் பண்ணி கொடுன்னு உள்ளே இன்டல் வரும். நான் பார்ட்டி யாரு அப்படின்னு பார்த்து நல்ல டீலராக கனெக்ட் பண்ணி கொடுத்து என்னுடைய கமிஷன் ஸ்ட்ரெயிட்டாகவே வீட்டுக்கு வந்துடும். ஐ திங்க் இந்த வாட்டி ஐயப்பனுக்கு ஏதோ பெருசாக அமைஞ்சிருக்குன்னு நினைக்கிறேன். 5 லட்சம் ரூபா தேரும். അപ്പൊ കച്ചവടം ഓൾറെഡി നടന്നു കഴിഞ്ഞു. அன்னைக்கே அப்பவே முடிச்சாச்சு. ஐயப்பனும் கேரளா திரும்பி போயிட்டான். இந்த மாதிரி இன்பிட்வீன் கைஸ் எல்லாம் போலீஸ் பிடிக்க மாட்டாங்க. ஏன்னா இப்போ கேட்டால் அவன் இவ்வளோ டீட்டெயில் சொல்கிறான்ல, அதே மாதிரி அது இந்த ஒரு ரீசனுக்காக மட்டும்தான். അതും ഇല്ലാமல் അവൻ ഇല്ലീഗലാக എതുவுமே பண்ணல. எவ்வளோ നെറ്റ്വർക്ക് പൊളിയാണ്ടിരിക്കാനാണെങ്കിൽ ഈ അറിവും കോണ്ടാക്ട് ഏതെങ്കിലും ശിഷ്യന്മാർക്ക് കൈമാറി പെൻഷൻ പറ്റിക്കൂടെ? பவர் இருக்கிற வரைக்கும் தான் சார் இங்கே ரெஸ்பெக்ட். என்னுடைய கான்ட்ராக்ட்ஸ் தான் என்னுடைய பவரு. அந்த பவரை இன்னொருத்தருக்கு ஹேண்ட் ஓவர் பண்ணிட்டா எனக்கு என்ன வேலை? ஏன்னா அவர் இல்லீகலாக எதுவும் பண்ணுவோம். எனக்கு ஒரு ஃபோன் வருது, என்கிட்ட ஒரு பொருள் இருக்காது விற்கணும், அவன் விற்கிறதுக்கு ஆள் பார்த்து அந்த மாதிரி. പുള്ളി ഇപ്പൊ കിടക്കുന്ന എന്ത് ചാർജില്ല? ഒരു പോക്സോ കേസിൽ. அதுவும் இல்லாமல் அவர் இதுதான் ஜெயிலில் தான் தலைவருக்கு பீதி கிளம்புது புஷ்டாங்க நம்மள அப்படின்னு. എടാ, സി ബ്ലോക്കിൽ ടെറിക്ക് ലയോസിഡ് കൊടുക്കാനുണ്ടേ.
തനിക്ക് പൊക്കൂടെ? ഞാൻ കുളിച്ച് റെഡി ആയിട്ടിരിക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ஐயப்பண்ணா ஐயப்பன் தான். அப்போ அது பொதிச்சு வச்சிருந்தது அம்புலியா? சாவஸ்டா காட்டுங்கப்பா. பாஸ்டா அது. ஐயாப்பா காலினி അവർക്ക് പിടിക്കും. ഞാൻ കാണുമ്പോൾ ഡോഗിൻ്റെ വയറ് കീറിയിട്ട നിലയില്ല. അതും സാധാരണ ഒരു കിച്ചൺ നൈഫും ഉണ്ട്. അയാൾ ഏത് വഴിയാ പോയെന്നെങ്കിലും അറിയാമോ? സ്റ്റഫ് பண்ணி வச்சிருந்தானே அதுல. அந்த டாக்டர் வைத்திரு ആരുടെ കണ്ടി തൊളിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഇവിടെ നമ്മൾ 4-5 പേര് മാത്രമൊന്നും അല്ലുള്ളത്. മുകളിലും ആൾക്കാരുണ്ട്. പുറത്തിറങ്ങോ എല്ലാവരും തെറിക്കും. ആളങ്ങനെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പട്ടികളോട് അയ്യപ്പന് കാര്യമായിരുന്നു. തിരിച്ച് പട്ടികൾക്കും. ഇതിപ്പം കഞ്ചാവ് മൂത്തിട്ടാണോ അതോ വേറെ എന്തെങ്കിലും തരിയുടെ മറയ്ക്കാനാണോ? அந்த டாக் வந்து டெரின்ற டாக் ஏதோ அஃபெக்ட் ஆயிருந்தது. അത് കഷ്ടപ്പെടக்கூடாதுன்னு റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ് എക്സ്ട്രാ ഫണ്ട് ഇറക്കിയിട്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഓൾറെഡി അതിന് തന്നെ 2 വർഷമാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർക്കും മേലെയുള്ളവർക്കും ഒക്കെ പണിയാണ്. പിന്നാലെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്താനുള്ള നടപടി, സുരക്ഷാ പാളിച്ച, ആനുവൽ വെൽഫെയർ ബോർഡിൻ്റെ എൻക്വയറി, അല്ലാതെ തന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇവിടെ എല്ലാവർക്കും ഉണ്ട് സാറേ. അതുകൊണ്ടാണ് പിന്നെ പോലീസിരുക്കാங்க. വെറ്റിനറി സർജനെ കൊണ്ട് നോർമൽ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനാ മോളിൽ നിന്നും വിളിച്ചു പറഞ്ഞത്. മെമ്മറാൻഡം കൊണ്ട് ഇറങ്ങൂലല്ലോ അല്ലേ? താനൊക്കെ പിന്നെ എന്തുണ്ടാക്കാൻ അവിടെ ഇൻചാർജ് മതി കയറിയിരിക്കുന്നത്? സാറേ സാറിന് റാങ്ക് തന്നെയാണ് ഞാനും. കാണിച്ച പോക്കരുത്തരത്തിന് തനിക്ക് കിട്ടേണ്ട പണി ഞങ്ങൾ ഇപ്പൊ വിചാരിച്ചാലും കിട്ടും. അതുകൊണ്ട് സാറിന് റാങ്കിന്റെ വർത്താനൊക്കെ കേട്ടാ. ചെല് ചെല്. ഈ അയ്യപ്പന് ഇത് എന്താണിത്? വലിച്ചു കയറ്റിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മള് പോലീസുകാരെ പറഞ്ഞാൽ മതി. കട്ടുമുടിച്ച് കിടന്നവനൊക്കെ പിടിച്ച് നന്നാക്കി മോളെ കെട്ടിച്ചു കൊടുക്കാനുള്ള സംഘടിയായിരുന്നല്ലോ ഡിപ്പാർട്ട്മെന്റ്. അയ്യപ്പൻ ആ സമയത്ത് ആവശ്യം പൈസ മാത്രമേ. ഈ സംഭവത്തിന് ശേഷമാണ് കോയമ്പത്തൂർ ഏജിനെ കാണാൻ അയാൾ അഗസ്റ്റിന്റെ കാർ എടുത്തത്. 2 ദിവസത്തിനുള്ളിൽ പൈസ റെഡിയാവുന്ന അയ്യപ്പൻ ഭാര്യയെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. സർ, സ്റ്റേഡിയം റോഡിൽ നിന്ന് കിട്ടിയ ബ്ലഡ് ആൻഡ് ഫ്ലഷ് സാമ്പിൾസ് സെപ്പറേറ്റ് ആണ് അത്ര, ഒരാളുടെ അല്ലാന്ന്. ഇതില് സാമ്പിൾ എ അമ്പിളിയായിട്ട് മാച്ചിങ് ആണ്. പിന്നെ സാമ്പിൾ ബി റീസെന്റ് മിസ്സിംഗ് കേസസ് നോക്കിയപ്പോ അതിൽ മാച്ച് ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പൻ யாரோ ஒருத்தர் குரானாடா ஃபர்ஸ்டா அந்த கார் ஓட்டுனது யாரு? தெரியல, எனக்கு நடுவுல இருக்கான் போல. சோ எபிசோட் 5 பேக் டு ஸ்கொயர் 1. இப்பதான் ஒரு கொஞ்சம் தெளிவு வந்திருக்கு. ஸ்டோரி வந்து இங்கே தான் ஹோல்ட் பண்ணிருக்காங்க ஃபைல. என்னன்னா யாரோ ஒருத்தர் மிடில் மேன் இருக்கான்னு நினைக்கிறேன். 2 பேரையும் பழி வாங்குறானா இல்லை சர்ச் ஃபார் அம்புலி ராஜ் தான் இது சீரிஸோட மெயின். இதுவே இதில் ஐயப்பனும் ரொம்ப இன்வால்வ்டாக இருக்காரு. எனக்கு என்னென்னா அவர் டாக் மேலே அவ்வளோ அஃபெக்ஷனடாக இருக்கிறவர். அவர் பண்ண வாய்ப்பு இல்லை, ஏதோ ஒரு ரீசன் இருக்குது. எனக்கு என்ன தோணுன்னா அது கஷ்டப்படக்கூடாதுன்னு தான் அப்படி பண்ணியிருப்பாரோ. ஏன்னா அது ரொம்ப முடியாமல் இருந்ததுல இல்லை வேற என்னவோ நடந்திருக்கு. அண்ட் இதில் அம்பிலி எப்படி
பிடிக்காது. ஆனால் அந்த காரை கவுனம் வந்து வேற இவங்க 2 பேருக்கு மாதிரியும் இல்லாத மாதிரி இருந்துச்சு கை. வேறு ஸ்டேடியமில் இவங்க 2 பேரோட இதுவும் கிடச்சிருக்கான் ஃப்ளஷ் தெரியல, அதுவும் பிளானாக இருக்கும். அதெல்லாம் தெரியல, ஏன்னா சண்டை போட்டிருப்பாங்களோ அங்கே. 4-5 எபிசோடு அது இது ஃபைனல் எபிசோடுக்கான இது வச்சுருக்காங்க. ஸோ பார்ப்போம். பரத் எதுவும் பேசல, அவன் வந்து அந்த ஷாக்லேயே இருக்கான், டாக்ல ஒரு ஸோ அந்த ஷாக்ல இருக்கான். ஸோ ஓகே, நம்ம வந்து அடுத்த மொத்தம் ஐயப்பன் பண்ணியிருந்தாருன்னா பரத் தமிழ்ல வந்து ஐயப்பனோட தலை கரகரம் நடக்கிற மாதிரி இருக்கும். கமெண்ட் பண்ண மாதிரியே தான் டாக்ல சொல்லியிருந்தார். ஸோ நம்ம வந்து ஆல்மோஸ்ட் எனக்கு ஃபர்ஸ்ட் சீசன் செகண்ட் சீசன் வேறு லெவலில் இருக்குது. நல்லா வருவோம் போகுது. சரி முடிஞ்சிடுது. சீசன் ஃபினாலேயில் சந்திப்போம். சரி வெற்றி சரி ஆஃப்.